ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ കുറച്ച് ഗിഫ്റ്റ്സ് ഉണ്ട്. അതായത് ഫെബ്രുവരി 22-നായിരുന്നു എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ കിട്ടി. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. സംഭവം അങ്ങനെ വലിയ ഗിഫ്റ്റ്സ് ഒന്നും അല്ലെങ്കിലും എനിക്ക് വളരെ സ്പെഷ്യലും ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ആൾക്കാർ തന്ന ഗിഫ്റ്റ്സ് ആണ്. അതുപോലെ തന്നെ ഗിഫ്റ്റും അത്രയ്ക്ക് സ്പെഷ്യലാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തും കൂടി അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നോക്കാം. ആദ്യത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ കൂടെ 7ാം ക്ലാസ് തൊട്ട് ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ വരെ എൻ്റെ കൂടെ ഉള്ള എൻ്റെ ഒരു കൂട്ടുകാരിയാണ്. അതായത് ഞങ്ങൾ 7 തൊട്ട് 10 വരെ ഒന്നിച്ചാണ് പഠിച്ചത്. പിന്നെ +1 +2 ഒന്നിച്ചാണ് പഠിച്ചത്. ഇപ്പോൾ ഡിഗ്രി ഒന്നിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സോ എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാരി തന്ന എൻ്റെ ആദ്യത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു മിനി ഫ്രെയിമാണ്. നിങ്ങൾക്ക് കാണാമോ? ഈ ഒരു മിനി ഫ്രെയിമാണ്. ഇത് ഞങ്ങൾ ട്രിപ്പിന് പോയപ്പോൾ എടുത്തതാണ്. ഈ ഫോട്ടോ, ഈ ഫ്രെയിമിൽ കാണുന്ന ഫോട്ടോ. പക്ഷെ നല്ല ക്യൂട്ടായിട്ടില്ല. അതായത് നമുക്ക് നമ്മുടെ ടേബിളിലൊക്കെ വെക്കാം. നല്ല രസമല്ലേ? ഇതാണ് ആദ്യത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇനി രണ്ടാമത്തെ ഗിഫ്റ്റ്, അതായത് ഈ ഗിഫ്റ്റുകളിൽ മെജോറിറ്റി അവളുടെയാണ്, അവൾ തന്ന ഗിഫ്റ്റ്സ് ആണ്. സോ അതിൽ രണ്ടാമത്തെ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ വിഷറി. കണ്ടോ? ഈ വിഷറിയാണ് ഗൈസ്. ഇത് നിങ്ങൾക്ക് ഇതിൻ്റെ യൂസ് പറയണമെന്നില്ലല്ലോ. ഇത് ഒരുപാട് രീതിയിൽ ഉപകാരപ്പെടും. കാരണം കോട്ടയത്ത് ഇപ്പോൾ നല്ല ചൂട് സമയമാണ്, മിക്കപ്പോഴും കറണ്ട് പോകും. അപ്പോൾ കറണ്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഇത് വളരെ ഉപകാരമാണ്. സോ അടുത്തതെന്ന് പറയുന്നത് ഒരു ബൊക്കെയാണ്. കണ്ടോ? നല്ല രസമില്ലേ കാണാൻ? ഈ ബൊക്കയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങൾ ഹോസ്റ്റലിലുള്ള ഞങ്ങളുടെ കൂടെയുള്ള അശ്വതി എന്ന് പറയുന്നൊരു ചേച്ചിയും പിന്നെ ഈ ആലി, ഇവർ രണ്ടുപേരും കൂടിയാണ് ഇതിനകത്തുള്ള ഈ പൂക്കൾ ഫുള്ളിരുന്ന് ഉണ്ടാക്കിയത്. ആൻഡ് ഇറ്റ്സ് നോട്ട് ഈസി. ഇതുണ്ടാക്കാൻ എളുപ്പമല്ല. കാരണം ഞാൻ ഇടയ്ക്ക് കാണുന്നുണ്ടായിരുന്നു ഇവർ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോദിക്കുമ്പോൾ ഇവർ വെറുതെ ക്രാഫ്റ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ അപ്പോൾ ഞാൻ കണ്ടതാണ് എഫേർട്ട്. കാരണം ഇതിനകത്ത് ഈ ലീഫുകൾ ഉണ്ടാക്കാനും ഞാൻ ഇത് എടുത്ത് കാണിക്കാം. അതായത് ഇതിൽ ലീഫ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഇതളുകൾ ഉണ്ടാക്കാനും നല്ല പാടാണ്. ഇറ്റ്സ് നോട്ട് ഈസി. അപ്പോൾ ഞാൻ കണ്ടതാണ് എഫേർട്ട്. അതുപോലത്തെ 3-4 ഉണ്ടാക്കി ഈ ബൊക്കയിൽ വെച്ചു. അപ്പോൾ എനിക്ക് വളരെ എന്താ പറയുക, പ്രൗഡ്. അപ്പോൾ ഈ ഡയറിയുടെ പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ട്. അതായത് എനിക്ക് വാമ്പയർ ഡയറി സീരീസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് ഇത് കാണാൻ തുടങ്ങുന്നത്. ഡിഗ്രി ലാസ്റ്റ് ഇയർ ആയ സമയത്ത്, ഏകദേശം ലാസ്റ്റ് ഇയർ തീരാറായി ഈ ഒരു സമയത്ത്, ഒരു 6 മാസത്തിന് മുന്നേ എങ്ങാണ്ടാണ് ഞാൻ വാമ്പയർ ഡയറീസ് കാണാൻ തുടങ്ങിയത്. സോ വാമ്പയർ ഡയറീസ് കണ്ടു തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ഞാൻ സീസൺ 5 ആയി. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഇച്ചിരി അഡിക്റ്റഡ് ആണെന്ന് പറയാം ആ സീരീസിനോട്. ഞാൻ ആ സീരീസ് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് കാണും. അപ്പോൾ അതിനകത്തെ മെയിൻ ക്യാരക്ടറായിട്ടുള്ള, അത് കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അതിൽ എലീന യൂസ് ചെയ്യുന്ന ഇതുപോലത്തെ ഒരു ഡയറിയാണ്. മീൻസ് എക്സാക്റ്റ് ഈ ഡയറി ആണെന്നല്ല, ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ തുറക്കുന്ന ഒരു ഡയറിയാണ്. അപ്പോൾ ഞാനിങ്ങനെ പറയും, ഈ ഡയറി ഭയങ്കര രസമാണ്, ഇതുപോലത്തെ ഡയറി ഉണ്ടെങ്കിൽ ഇങ്ങനെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്ന ഒരു പേഴ്സണൽ ഡയറി ആയിട്ട് ഉപയോഗിക്കാൻ നല്ല രസമായിരിക്കും ഇങ്ങനെ പറയും. അപ്പോൾ അത് ഞാൻ ചുമ്മാ റാൻഡം ആയിട്ട് എപ്പോഴും സംസാരിക്കുമ്പോൾ പറഞ്ഞത്, അത് ഓർത്ത് വെച്ച് എനിക്ക് ഇതുപോലത്തെ ഒരു ഡയറി വാങ്ങിച്ചു തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. 5th ഗിഫ്റ്റ് എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ഗിഫ്റ്റാണ്. കാരണം ഇതിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ? ഒരു ഹാൻഡ് മെയ്ഡ്, ഇത് ലെറ്റർ അല്ല, എന്താണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല, പക്ഷെ ഒരു ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കിയതാണ്. നല്ല രസമില്ല? ഇതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുക ഗൈസ്. ഇതിൻ്റെ ഡീറ്റെയിലിങ് നോക്കുക. ഇതിൽ ഇങ്ങനത്തെ ലവ് ഉണ്ടാക്കുക, ഇങ്ങനത്തെ കലണ്ടർ ഉണ്ടാക്കുക. ആൻഡ് സി, ഇതിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ സംഭവങ്ങളും നല്ല രസമുണ്ട് കാണാം. നിങ്ങൾക്ക് കാണാമോ എന്നറിയില്ല. ഇതിലെ വേർഡിങ്സ് ഒന്നും നോക്കണ്ട, കാരണം അത് നല്ല രസമില്ല കാണാൻ. ദിസ് ഈസ് ദ 5th ഗിഫ്റ്റ്. ഇതിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്, എഫേർട്ട് ഉണ്ട്. സോ ഇറ്റ്സ് ഓൾവേസ് സോ സ്പെഷ്യൽ ആൻഡ് ക്ലോസ് ടു മൈ ഹാർട്ട്. ഈ കമ്മലാണ്, നിങ്ങൾക്കത് കാണാമെന്ന് വിചാരിക്കുന്നു. കണ്ടോ? ഈ കമ്മലാണ് എനിക്ക് പിന്നെ കിട്ടിയ ഗിഫ്റ്റ്. ഈ കമ്മലും ഈ ക്ലിപ്പും നല്ല രസമില്ല കാണാൻ. ഈ ക്ലിപ്പും പിന്നെ ഒരു ചെയിനും കിട്ടി, ഒരു ബ്രേസ്ലെറ്റ് പോലത്തെ ഒരു ചെയിൻ കിട്ടി. നല്ല രസമില്ല ഇതൊക്കെ. ഇത് 3ഉം ആക്സസറീസ് ആയിട്ട് കിട്ടിയത്. പിന്നെ ഇതാ ഒരു മിനി ബൊക്കെ. ഇത് ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളൊരു മിനി ബൊക്കെ. ഇനി കിട്ടിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചുരിദാറാണ്. ഓക്കെ, അപ്പം ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഒരു ചുരിദാറിനകത്ത് ഇത്രയും എക്സാഗ്രേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന്. പക്ഷെങ്കിൽ ഞാൻ പറയാം, ഈ ചുരിദാർ എന്ന് പറഞ്ഞാൽ ഞാനാണെങ്കിൽ ഏകദേശം ഒരു ജാനുവരി ഒരു 1st വീക്കിലെന്തോ ഇങ്ങനെ റാൻഡം ആയിട്ട് യൂട്യൂബ് ഷോർട്സ് കണ്ടുകൊണ്ടിരുന്നപ്പം അതിലൊരു യൂട്യൂബർ ഇങ്ങനെ ഈ ഒരു ചുരിദാറിനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ ചുരിദാർ അടിപൊളിയാണ്, ഫ്ലിപ്കാർട്ടിലുണ്ട്, നല്ല വിലക്കുറവ് കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഈ ചുരിദാർ കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ വൈറ്റിൽ യെല്ലോ പ്രിന്റ് വരുന്ന ചുരിദാർ, വളരെ ചുരിദാർ വാങ്ങിക്കണം എന്നുള്ള കാര്യം മറന്നുപോയി. സംഭവം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്, അപ്പോൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ചാണ്. പക്ഷെ പിന്നെ വാങ്ങിക്കുന്ന കാര്യമേ ഞാൻ മറന്നുപോയി. അപ്പോൾ ഒരു കോളേജിൽ ഒരു പരിപാടിക്ക് വേണ്ടി വാങ്ങിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേങ്കിൽ പിന്നെ ആ പരിപാടിയും കഴിഞ്ഞു, ഞാൻ ഈ ചുരിദാറിൻ്റെ കാര്യവും മറന്നുപോയി. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലിയോട് വെറുതെ എപ്പോഴോ ഇങ്ങനെ റാൻഡമായിട്ട് എന്തോ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു, ഞാനൊരു ചുരിദാർ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ പരിപാടിക്ക് ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ എന്തോ ചെയ്യാൻ, ആ പരിപാടിയുടെ കാര്യം പറയുമ്പോഴാണ് ഞാൻ ഈ ചുരിദാർ അതിന് വേണ്ടി നോക്കി വെച്ച കാര്യം ഓർക്കുന്നത്. അപ്പോൾ അന്നേരം വാങ്ങിച്ചാൽ അത് ഓൺലൈനിൽ നിന്ന് കിട്ടത്തില്ലല്ലോ, അപ്പോൾ അത് ഇനിയിപ്പോൾ അത് കിട്ടത്തില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അതായത് എനിക്ക് ആ ചുരിദാർ വേണം എന്നുള്ള രീതിയിലല്ല ഞാൻ പറഞ്ഞത്, ആ പരിപാടിക്ക് അത് ഇടാൻ വേണ്ടി ഇനി കിട്ടത്തില്ലല്ലോ എന്നുള്ള രീതി വെറുതെ പറഞ്ഞു.
അപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ ആണോ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി, അല്ലാതെ വേറെ അതിനെ പറ്റിയിട്ട് ഒന്നും ചോദിച്ചില്ല. എന്നിട്ട് ഞാനിങ്ങനെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് ചുരിദാറിൻ്റെ കൂട്ടത്തിൽ ഇതാ ഈ ചുരിദാർ. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി, കാരണം ഏതാ ചുരിദാറെന്ന് ഞാൻ കാണിച്ചില്ല. അതുപോലെ തന്നെ ചുരിദാറിൻ്റെ ഞാൻ ഫോട്ടോയോ ലിങ്കോ അല്ലെങ്കിൽ ഏത് ആപ്പിൽ നിന്നാണ് ഞാൻ ആ ചുരിദാർ, ഫ്ലിപ്കാർട്ടാണോ മിന്ത്രയാണോ മീഷോ ആണോ ഏത് ആപ്പിൽ നിന്നാണ് ഞാൻ ആ ചുരിദാർ കണ്ടത്, വാങ്ങിക്കാൻ പ്ലാൻ ചെയ്തത് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഈ ചുരിദാറിനെ പറ്റിയേ ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ പുള്ളിക്കാരി അത് എങ്ങനെ, കാരണം എൻ്റെ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇഷ്ടംപോലെ ചുരിദാറുകൾ ഞാൻ ഇങ്ങനെ ആഡ് ടു കാർട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഈ ചുരിദാർ തന്നെയാണ് എനിക്ക് വേണ്ടത് എങ്ങനെ മനസ്സിലാക്കി വാങ്ങിച്ചു എന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഐഡിയ ഇല്ല. പക്ഷെ അപ്പോൾ അത് ഗിഫ്റ്റായിട്ട് ഈ ഞാൻ ഊഹിച്ച ചുരിദാർ തന്നെ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിപ്പോയി. അതുപോലെ തന്നെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോയി, എങ്ങനെ കണ്ടുപിടിച്ചു വാങ്ങി. ഓക്കെ, ഇനി അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അതായത് ഇത്രയും കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം എനിക്ക് വളരെ സ്പെഷ്യലാണ്. പക്ഷേങ്കിൽ ഏറ്റവും സ്പെഷ്യൽ, അതുപോലെ തന്നെ എന്താ പറയുന്നത്, ഏറ്റവും കൂടുതൽ എന്നെ ഞെട്ടിച്ചൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്, ആ ഗിഫ്റ്റ് വെച്ചാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്, ഈ സെൽഫി സ്റ്റിക്കാണ് ഗൈസ്. ഈ സെൽഫി സ്റ്റിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഗിഫ്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, ഒന്നാമത്തെ കാര്യം. കാരണം ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് എനിക്കാകെ എത്ര 50 സബ്സ്ക്രൈബേഴ്സ് എന്തോ ആയിട്ടുള്ളൂ. 50 സബ്സ്ക്രൈബേഴ്സ് ആയി എന്നുള്ളത് ചെറിയ കാര്യമല്ല, പക്ഷേങ്കിൽ അത്രേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ 50 സബ്സ്ക്രൈബേഴ്സ് മാത്രമുള്ള ഏകദേശം രണ്ടാഴ്ച ആയിട്ടുള്ളൂ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. ഈ 2 ആഴ്ച മാത്രം വീഡിയോസ് ചെയ്യുന്ന ഒരു സാധാരണ ആൾക്ക് ഇങ്ങനെ ഒരു സെൽഫി സ്റ്റിക്ക് യൂട്യൂബ് വീഡിയോസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. മീൻസ് അല്ലാതെ വാങ്ങിച്ചു കൊടുക്കും ഗൈസ്. ആ സെൽഫി സ്റ്റിക്ക് എന്ന് പറയുന്നത് ഇതാണ് സംഭവം. ഇതിൽ ലൈറ്റൊക്കെ ഫിക്സ് ആയിട്ടുള്ള ഒരു സെൽഫി സ്റ്റിക്കാണ്. സോ ഇതാണ് ആ പറഞ്ഞ സെൽഫി സ്റ്റിക്ക്. അടുത്ത ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഈ പോളറോയിഡ്സും അതുപോലെ തന്നെ ഈ റോസാപ്പൂവാണ്. അത്രേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നും സപ്പോർട്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. താങ്ക് യു.